ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി അനിൽകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. താങ്കൾക്ക് ഈ സംഭവത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത്? നമസ്കാരം. ഈ ക്ഷേത്രങ്ങളിലെ കുടമാറ്റങ്ങൾക്ക് താമരക്കുളം ശ്രീ മഹാഗണപതി ഭഗവാന്റെ ഭാഗത്തു നിന്നും ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും കുടകൾ നിർമ്മിക്കുമ്പോൾ ഒരു മത്സര സ്വഭാവത്തോടെ, ഇത് രഹസ്യ സ്വഭാവത്തോടെയാണ് എല്ലാ കുടകളും പൂർത്തീകരിക്കുന്നത്. അത് നമുക്ക് ഈ കുടയുയർത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ എന്തൊക്കെയാണ് കുടകളിൽ വ്യത്യസ്തമായി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതാണ് എന്റെ സത്യം. രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത് സ്വാഭാവികമാണ് ഇത്തരം സന്ദർഭത്തിൽ. പക്ഷേ അത് ഈ പരിപാടിയുടെ വിജയത്തിനും അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഗംഭീരമാക്കാനും ആളുകളിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയാണ്. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ഒരു നേതാവിൻ്റെ ചിത്രം ഉയർത്തുക എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയമായി പോകുന്നില്ലേ? അവിടെ ഭക്തജനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാൽ, ഭക്തിക്കും ആചാരത്തിനും അനുഷ്ഠാനത്തിനും പ്രാധാന്യം കൊടുത്താൽ ഇത് ഒരു ചട്ടലംഘനമല്ലേ? ഒരിക്കലും നമുക്ക് രാഷ്ട്രീയ സ്വഭാവത്തിലൂടെ ആണ് കുടമാറ്റങ്ങൾ നടത്തുന്നതെന്ന് ഒരിക്കലും പൂരം കമ്മിറ്റിക്കോ അധ്യക്ഷ കമ്മിറ്റിക്കോ അറിയില്ല. ഇത് ഒരു കാണികൾക്ക് അല്ലെങ്കിൽ പൂരപ്രേമികൾക്ക് ഇത് കൗതുകം ഉണ്ടാകാൻ വേണ്ടി പല ചിത്രങ്ങളും പല വർണ്ണങ്ങളും ഉള്ള കുടകളും ഒക്കെ ഉയർത്താറുണ്ട്, മത്സര സ്വഭാവത്തോടെ ഉയർത്താറുണ്ട്. പക്ഷെ അതിൽ നിന്നും ഈ ചിത്രങ്ങൾ വന്നതിൽ നമുക്ക് പൂര കമ്മിറ്റിയോ അല്ലെങ്കിൽ ഉപദേശക സമിതിക്കോ അറിയില്ലായിരുന്നു. അതാണ് എന്റെ സത്യമായ കാരണം. ശരി, വളരെ നന്ദി എം അനിൽകുമാർ ഒപ്പം ചേർന്നതിന്. ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറിയാണ് പ്രതികരണം അറിയിച്ചത്. രഹസ്യ സ്വഭാവത്തിലാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. തൃശ്ശൂർ പൂരത്തിലടക്കം അതങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. ഓരോ തവണയും കുടമാറ്റത്തിൽ വർണ്ണാഭമായ വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കുക. അവർ ഓരോ തവണയും കൗതുകങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്യും. കൊല്ലം പൂരത്തിലും അതാണ് സംഭവിച്ചത്. കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ച് പൂരത്തിന് കുടമാറ്റം നടത്തുകയായിരുന്നു. പക്ഷേ കുടമാറ്റത്തിൻ്റെ ഭാഗമായി ഉയർത്തിയ ചിത്രങ്ങളിലാണ് RSS സ്ഥാപക നേതാവിൻ്റെ ചിത്രം കൂടി ഉൾപ്പെട്ടത്. അതാണിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നതും വിവാദമായിരിക്കുന്നതും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണാർത്ഥം അത്തരത്തിൽ ഒന്നും ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് മന്ത്രി VN വാസവനും നേരത്തെ അഭിപ്രായപ്പെട്ടത്. അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായാലും അതുപോലെ തന്നെയാണ് എന്നാണ് അദ്ദേഹവും പറഞ്ഞത്.